ക്വാർട്ടറിലടാ സഞ്ജു സാംസണെ തൊട്ടു ദ്രാവിഡ് തെറിച്ചു. എന്താ സംഭവം? ഈ രാജസ്ഥാൻ റോയൽസിൻ്റെ മുഖ്യ പരിശീലകനാണ് രാഹുൽ ദ്രാവിഡ്. അദ്ദേഹം ഇന്ത്യയുടെ 2020 ലോകകപ്പ് നേടിത്തന്ന കോച്ചും കൂടിയാണ്. ആ ഒരു പരിവേഷത്തോടെയാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലേക്ക് ഒരു മടങ്ങി വരവ് നടത്തിയത്. അദ്ദേഹം നേരത്തെ രാജസ്ഥാൻ റോയൽസിനെ പരിശീലിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവിടെ സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ പെറ്റായിരുന്നു. പിന്നെ അദ്ദേഹം ദേശീയ ടീമിൻ്റെ ചുമതലകളിലേക്ക് പോയപ്പോൾ കുമാർ സംഗക്കാരെയാണ്, നമ്മുടെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം കുമാർ സംഗക്കാരെയാണ് രാജസ്ഥാൻ റോയൽസിനെ അതിൻ്റെ ഏറ്റവും എന്താ പറയുക ശോഭനമായ കാലത്തേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഒപ്പം സഞ്ജു സാംസൻ്റെ കരിയർ ഗ്രോത്തും സംഗക്കാരയുടെ പരിശീലന മികവും അതേപോലെ തന്നെ ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ വന്നതോടുകൂടിയാണ് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ആ ടീം, പണ്ട് ഷെയ്ൻ വോൺ ആ ടീമിനെ വാർത്തെടുത്ത അതിനേക്കാൾ എന്താ പറയുക വലിയൊരു ശക്തിയായിട്ട് ആ ടീം മാറിയത് അപ്പോഴാണ്. പക്ഷേ അതിനുശേഷം ഈ രാജസ്ഥാൻ റോയൽസിലോട്ട് നമ്മുടെ ദ്രാവിഡ് വീണ്ടും മടങ്ങി വരികയാണ്. നമ്മുടെ ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്തതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒഴിഞ്ഞ് നേരെ രാജസ്ഥാൻ റോയൽസിലോട്ട് മടങ്ങി വരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കരുതിയത് വീണ്ടും സഞ്ജുവും രാഹുൽ ദ്രാവിഡും ഒന്നിക്കുന്നു, വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലന കാലയളവിൽ തന്നെ തെളിയിച്ചതാണ് അദ്ദേഹം ഒരു മോശം പരിശീലകനാണ്. അദ്ദേഹത്തിന് യുവതാരങ്ങളെ വാർത്തെടുക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ഒരു ടീമിനെ ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാനും പറ്റില്ല. അതിനെക്കൊണ്ട് കഴിയില്ല. നിങ്ങൾ എന്ത് ദ്രാവിഡാണ് എന്ന് വെച്ചാൽ എന്ത് കഷ്ടമാണ് എന്ന് ആളുകൾ ചോദിക്കുന്ന തരത്തിൽ വന്നിരുന്നു. അപ്പോൾ രാജസ്ഥാൻ റോയൽസിലോട്ട് അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ പലർക്കും ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പിന്നീട് വന്നത്. പ്രത്യേകിച്ചും ടീമിൻ്റെ താരലേലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദ്രാവിഡ് ഒരു ലോകോത്തര ടെസ്റ്റ് പ്ലെയർ ആണല്ലോ, ദ വാൾ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 2020 കളി നിയമങ്ങളോ നിയന്ത്രണങ്ങളോ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന തരത്തിൽ അത് അടിവരയിടുന്ന തരത്തിലായിരുന്നു പിന്നീട് വന്നത്. ഈ 2020 സ്പെഷ്യലിസ്റ്റുകളായ ജോസ് ബട്ട്ലർ അതേപോലെയുള്ള ആൾക്കാരെയൊക്കെ ടീമിൽ നിന്ന് പുറത്തു പോകാൻ അല്ലെങ്കിൽ അവരൊക്കെ വിട്ടുകളയാനുള്ള കാരണം രാഹുൽ ദ്രാവിഡിൻ്റെ കടുത്ത നിലപാടുകളാണ്. അക്കാര്യത്തിൽ സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡുമായിട്ട് കടുത്ത വിയോജിപ്പുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജു സാംസൺ ആ ടീമിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനമെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ദ്രാവിഡുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണ്. അപ്പോൾ ടീം മാനേജ്മെൻറ്റാണ് അവിടെ പെട്ടുപോയത്. അവർക്ക് ഒരേ സമയം ദ്രാവിഡിനെയും പണക്കാൻ പറ്റില്ല, സഞ്ജു സാംസണെ കൈയൊഴിയാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നിർണായക തീരുമാനം രാജസ്ഥാൻ റോയൽസ് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പുറത്തുവിട്ടേക്കുന്നു. 2026 IPL സീസണിന് മുമ്പ് രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒഴിയുന്നു. അദ്ദേഹത്തിന് ടീം മാനേജ്മെൻറ്റ് കുറച്ചുകൂടി മുതിർന്ന ഒരു പോസ്റ്റ് ഓഫർ ചെയ്തു. പക്ഷേ അദ്ദേഹം അത് വേണ്ട, നിരസിച്ചു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇതുവരെ നൽകിയ സംഭാവനകൾക്ക് നന്ദി. അപ്പോൾ ഇക്കാര്യത്തിൽ 2 കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്ന്, രാഹുൽ ദ്രാവിഡ് ഇനി മുതൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലക സ്ഥാനത്തുണ്ടാകില്ല. 2, സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ തുടരുക തന്നെ ചെയ്യും. കാരണം സഞ്ജു സാംസൺ ആഗ്രഹിച്ചു, രാജസ്ഥാൻ റോയൽസ് വിട്ടുപോകാൻ ആഗ്രഹിച്ചെങ്കിലും ഏത് ടീമിൽ അദ്ദേഹത്തിന് കയറി പറ്റാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. 2 സാധ്യതകളാണ് സഞ്ജുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ രാജസ്ഥാൻ റോയൽസ് സ്വമേധയാ സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി മറ്റേ ട്രേഡിന് വിട്ടുകൊടുക്കണം. പല ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും താരങ്ങളെ വെച്ച് മാറുന്നതിനാണ് ട്രേഡ് എന്ന് പറയുക. അപ്പോൾ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് സഞ്ജുവിനെ ലേലത്തിന് വിടുക എന്നുള്ളതാണ്. അപ്പോൾ അതും ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അതും വലിയ താല്പര്യമില്ല. കാരണം സഞ്ജു എന്ന് പറയുന്നത് അവരുടെ ഐക്കൺ താരമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുകളയാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറല്ല എന്നുള്ളതാണ്. ഇനി സഞ്ജുവിനെ വിട്ടുകളഞ്ഞാൽ പകരം ആരെ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ അവർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു ഇനി ടീമിൽ തുടരും. പ്രശ്നക്കാരനായ ദ്രാവിഡിനെ ഒഴിവാക്കണം. കാരണം കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് പുറകിൽ നിന്ന് 2ാം സ്ഥാനത്ത് വന്ന 2ാമതോ 3ാമതോ മറ്റോ വന്ന ഒരു ടീമാണ്. അതിന് മുമ്പുള്ള 2 സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരു സീസണിൽ ഫൈനൽ വരെ എത്തിയ ടീമാണ് കഴിഞ്ഞ സീസണിൽ ഈ ഗതി വന്നത്. അതിൻ്റെ പ്രധാന കാരണം ടീം കോമ്പിനേഷനിലുണ്ടായ പാകപ്പിഴകൾ, രാഹുൽ ദ്രാവിഡിൻ്റെ തന്ത്രപരമായ തീരുമാനങ്ങളിലുണ്ടായ പാളിച്ചകൾ, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളായിട്ട് വന്നത്. അതേപോലെ തന്നെ റയാൻ പരാഗിനെ പോലെ ഒരാളെ പിടിച്ച് ക്യാപ്റ്റനാക്കിയതും വലിയ പാളിച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ദ്രാവിഡ് ആ ടീമിലെടുത്ത പല തീരുമാനങ്ങളും ടീം മാനേജ്മെൻറ്റിന് വലിയ അതൃപ്തി ഉണ്ടായി.
സഞ്ജു സാംസണ് വലിയ അതൃപ്തി ഉണ്ടായി. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ടീം മീറ്റിങ്ങിൽ പോലും സഞ്ജു സാംസൺ പങ്കെടുക്കാത്ത തരത്തിൽ ഉള്ള നിലപാടുകളിലേക്ക് പോയി എന്ന വാർത്തകൾ വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ദ്രാവിഡിന് പുറത്തേക്കുള്ള വാതിൽ രാജസ്ഥാൻ റോയൽസ് തുറന്നു കൊടുത്തേക്കുന്നത്. ഒരു പക്ഷേ ദ്രാവിഡ് ഇനി മറ്റേതെങ്കിലും IPL ടീമിൻ്റെ ഭാഗമാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഇല്ലെങ്കിൽ ദ്രാവിഡിൻ്റെ കോച്ചിങ് കരിയറിന് കൂടി ഇതോടുകൂടി അന്ത്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ പരിശീലന മികവിനെക്കുറിച്ച് പലർക്കും സമ്മിശ്ര പ്രതികരണം, ഒരു പൂർണ്ണ തൃപ്തി ആർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ സഞ്ജുവിനെ പോലെ അല്ലെങ്കിൽ പല യുവതാരങ്ങളെയും വാർത്തെടുക്കാൻ അദ്ദേഹം ഈ അണ്ടർ 19 കാലം മുതൽ പലരെയും പുതിയ താരങ്ങളെ കണ്ടെത്താനൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവും സിദ്ധിയും ഒക്കെ നമുക്ക് പ്രശംസനീയമാണ്. പക്ഷേ ഒരു പ്രധാന ടീമിൻ്റെ പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പകുതി 50-50 ചാൻസ് കൊണ്ടാൽ കൊണ്ടു ഇല്ലെങ്കിൽ വെടി താഴെ ആ ഒരു പോളിസി നടപ്പിലാക്കാൻ പറ്റുന്ന താരമാണ്. ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് അടുത്ത ഏഷ്യ കപ്പിൽ വരാൻ പോകുന്ന ഏഷ്യ കപ്പിൽ അദ്ദേഹം ടീമിൽ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ടീമിൽ മത്സരത്തിൽ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കരിയർ തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് സഞ്ജു എന്ന് പറയുന്നത് എഴുതിത്തള്ളാൻ പറ്റില്ല. കാര്യം ഇന്ത്യയിലെ ഒരു ഐക്കൺ പ്ലെയറായിട്ട് സഞ്ജു മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം രോഹിത് ശർമ്മ ഇനി അധികകാലം ക്രിക്കറ്റ് കളിക്കില്ല. അദ്ദേഹത്തിന് ഏതാണ്ട് നിർബന്ധിത റിട്ടയർമെൻറ്റ് BCCI കൊടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് സമാനമായ ബാറ്റിംഗ് ശൈലിയുള്ള സഞ്ജു വലിയ താമസമില്ലാണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ഒരു മുഖ്യ ഭാഗമാകും എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട്. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന് സഞ്ജുവാണ് ഇനിയുള്ളൊരു 6-7 വർഷക്കാലം തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കാൻ പെടുന്ന താരം സഞ്ജുവാണ്. പക്ഷേ സഞ്ജുവിനുണ്ടായിരുന്ന അതൃപ്തി അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും ടീം മാനേജ്മെൻറ്റിനുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ ദ്രാവിഡിനെ അവരുമായിട്ടുള്ള കരാർ ഇപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നതെന്ന് പറയാം. ഒരു പക്ഷേ കുമാർ സംഗക്കാരയ്ക്ക് കൂടുതൽ ചുമതലകൾ നൽകി. അദ്ദേഹം ഇപ്പോഴും ടീമിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഡയറക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് പരിശീലകൻ്റെ ചുമതലകൾ കൂടി കൊടുത്താൽ ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിന് മുൻപുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഏറ്റവും ശോഭനമായ ആ ഒരു കാലത്തേക്ക് മടങ്ങി വരാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മുതിർന്ന ഒരു സീനിയർ കളിക്കാരനെ, ഇന്ത്യൻ ടീമിൽ നിന്ന് മുമ്പ് വിരമിച്ചു പോയ ഏതെങ്കിലും ഒരു സീനിയർ കളിക്കാരനെ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അത് ഗുണപരമാകും എന്നുള്ളത് നിസ്സംശയം പറയാം. സഞ്ജുവിന് ഈ ട്രേഡ് നടത്തിയാൽ അത് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് പോകാനായിട്ടായിരുന്നു സഞ്ജുവിന് താല്പര്യം. പക്ഷേ ആ സാധ്യതകൾ കൂടി മങ്ങി. കാര്യം ചെന്നൈക്ക് ഒരു താരത്തെയും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അതുമാത്രമല്ല സഞ്ജു സാംസണ് 18 കോടിയാണ് രാജസ്ഥാൻ റോയൽസ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും തുക, മിനിമം അത്രയും തുകയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തുക ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കയ്യിലില്ല. അവരുടെ പേഴ്സ് കാലിയാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് അവർക്ക് താരങ്ങളെ വിട്ടുകൊടുത്ത് ആ പൈസ കയ്യിൽ വെക്കാതെ നിവൃത്തിയില്ല. പക്ഷേ അവർക്ക് താരങ്ങളെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ സഞ്ജുവിന് ചെന്നൈ സൂപ്പർ കിങ്സിൽ പോകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് അല്ലാണ്ട് മറ്റേതെങ്കിലും ടീമിൽ പോകാൻ സഞ്ജുവിനും വ്യക്തിപരമായി താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ തുടരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം ദ്രാവിഡായി.